ഗെയ്സ് ഒരു 3-4 ടീം ഉണ്ടാക്കാനുള്ള സൂപ്പർ താരങ്ങൾ, വെറും പ്ലേയേഴ്സ് അല്ല, സൂപ്പർ താരങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ 2025 ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ. എവിടെ നോക്കിയാലും സൂപ്പർ താരങ്ങൾ, വെറുതെ അല്ല ആദ്യത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. എത്ര പ്ലേയേഴ്സ് തിരഞ്ഞെടുക്കണ്ടേ? നമുക്ക് നോക്കാം. അഭിഷേക് ശർമ്മയുടെ വയസ്സ് നോക്കാം. 25 വയസ്സാണ് അഭിഷേക് ശർമ്മയ്ക്കുള്ളത്. ഇപ്പോൾ തന്നെ ഇന്ത്യൻ ഓപ്പണിംഗിലെ ആൾ സ്ഥിരം ഒരു ഓപ്പണറായി T20 മാറി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ ചേട്ടനാണ് സഞ്ജു സാംസണിന് 31 വയസ്സായി. 31 വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 5-6 കൊല്ലം അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമൊന്നും പിന്നെ IPL തന്നെ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ പെർഫോം ചെയ്ത് പരമാവധി നേടാൻ നോക്കിയിട്ട് ഏട്ടൻ്റെ ഭാഗ്യം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ യശസ്വി ജയ്സ്വാളാണ്. യശസ്വി ജയ്സ്വാളിന് ചെറിയ പ്രായം, 23 വയസ്സുള്ളൂ. ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്നുള്ളൂ. ഇപ്പം ടെസ്റ്റ് ടീമിലെ സ്ഥിരം ഓപ്പണറാണ് ജയ്സ്വാൾ. പിന്നെ നമ്മുടെ ശുഭ്മാൻ ഗില്ല്, വെറും 26 വയസ്സുള്ളൂ. ഇന്ത്യയുടെ 2 ഫോർമാറ്റിലും ക്യാപ്റ്റനാണ്. കുറച്ചൊരു 5-6 കൊല്ലം കഴിയുമ്പോഴേക്കും നല്ല റെക്കോർഡൊക്കെ ഉണ്ടാക്കും. അതൊരു ക്യാപ്റ്റനായി മാറട്ടെ. പിന്നെ നമ്മുടെ രോഹിത് ശർമ്മയ്ക്ക് 38 വയസ്സായി. കാരണം ലോകകപ്പോട് കൂടി വിരമിക്കുന്നുണ്ടാവും. വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ കൂടി അത്രയൊക്കെ തന്നെ പോകും. പിന്നെ നമ്മുടെ രാഹുലിന് 32 വയസ്സായി. രാഹുൽ 33 വയസ്സ്. ഒരു 3-4 കൊല്ലം. അത് രോഹിത്തും കോഹ്ലിയിൽ നിന്ന് അത്ര നിൽക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ആൾ ഏകദിനത്തിലും ടെസ്റ്റിലും ആക്റ്റീവാണ്. നമ്മുടെ കിങ് കോഹ്ലിക്ക് 38 വയസ്സായി. അടുത്ത വേൾഡ് കപ്പോട് കൂടി ആൾ വിരമിക്കുന്നുണ്ടാവും. വേൾഡ് കപ്പ് കളിക്കുന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്, അങ്ങനെ കളിക്കുന്നുണ്ടാവും. അടുത്ത നമ്മുടെ തിലക് വർമ്മയ്ക്ക് 23 വയസ്സായിട്ടുള്ളൂ. ചെറിയ പ്രായമാണ്. 23 വയസ്സായിട്ടുള്ളൂ. കണ്ടോണാണ് മറ്റേ T20 4 നമ്പറിൽ ഇറങ്ങുന്ന പ്ലെയറാണ്. പിന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റിലും ഒരു ടെസ്റ്റിൽ മാത്രം കളിക്കുന്നില്ല, ഓൾറൗണ്ടറാണ് ഹാർദിക്കിൻ്റെ വയസ്സ് 32 വയസ്സുള്ള ഹാർദിക്ക് 2-3-4 കൊല്ലത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ സൂര്യകുമാറിന് 31 വയസ്സായിരിക്കുന്ന കേസ്. T20 ക്യാപ്റ്റനാണ്. അങ്ങനെയൊക്കെ അദ്ദേഹം കൊണ്ടും ടെസ്റ്റിലൊന്നും കളിപ്പിക്കണേ ഇല്ല. നോക്കാം നമുക്കിന് എത്ര കാലം ഉണ്ടാവുന്നത്. പിന്നെ പന്ത് ഇന്ത്യയുടെ കാറ്റഗറിയിൽ പെടുന്ന താരമാണ്. ടെസ്റ്റിൽ ഫസ്റ്റായിട്ട് വിക്കറ്റ് കീപ്പറാണ്. പരിക്കുകൾ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. 26 വയസ്സായിട്ടുള്ളൂ കേട്ടോ പന്തിന്. അത് നോക്കാം, ഒരുപാട് കാലം കളിക്കാം. അടുത്തത് നമ്മുടെ ശ്രേയസ് അയ്യർ ഇപ്പോൾ പരിക്ക് പറ്റിയിട്ട് പുറത്ത് പോയിരിക്കുന്ന ടൈമാണ്. 30 വയസ്സാണ് അയ്യർക്കുള്ളത്. അയ്യർ കളിക്കും, 5-6 കൊല്ലം കൂടി കളിക്കും. ജഡേജയ്ക്ക് 36 വയസ്സായി. കാരണം വേൾഡ് കപ്പ് വരെ തന്നെ ഉണ്ടാവുള്ളൂ. ടെസ്റ്റ് ടീമിൽ മാത്രമേ T20 വിരമിച്ചു കഴിഞ്ഞു. എന്നാലും വേൾഡ് കപ്പ് വരെ തന്നെ ഉണ്ടാവുള്ളൂ. ജുറയിലാണ് അടുത്ത പ്ലെയർ. ടീം ജുറ 24 വയസ്സുള്ളൂ. ഭാവിയിലെ ദ്രാവിഡ് എന്നൊക്കെ വിളിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് 2 സെഞ്ചുറി അടിച്ചിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ. ആഭ്യന്തര ക്രിക്കറ്റല്ല, സൗത്ത് ആഫ്രിക്കയോടുള്ള ക്രിക്കറ്റിൽ ടീമിനായിട്ടുള്ള ക്രിക്കറ്റിൽ. ഞങ്ങൾ പറഞ്ഞ ഡൂബയാണ്. ഡൂബയ്ക്ക് T20 മാത്രമേ ഡൂബ അങ്ങനെ കളിക്കുന്നുള്ളൂ. ഇപ്പോൾ 2 കൊല്ലമായിട്ടെങ്കിൽ 32 വയസ്സുണ്ട്. ഡൂബയും ഏകദേശം കത്തിക്കൽ 4-5 കൊല്ലം തന്നെ ഉണ്ടാവുള്ളൂ. അക്സർ പട്ടേൽ നല്ലൊരു പ്ലെയറാണ്. 31 വയസ്സുള്ള കേസ്. 3 ഫോർമാറ്റിലും ആളുണ്ട്. ടെസ്റ്റിലും T20 വൺ ഡേയിലും ഒരു പ്ലെയർ 3 ഫോർമാറ്റിലും കളിക്കുന്ന അക്സർ പട്ടേൽ. ഭാവിയിൽ ഒരു 4-5 കൊല്ലം കൂടി ഉണ്ടാവുള്ളൂ എങ്കിൽ പോയി നല്ലൊരു പെർഫോമൻസ് ഉള്ളത് താരമാണ്. എത്ര പ്ലെയേഴ്സാണ് നോക്കി, എല്ലാവർക്കും നല്ല ഫാൻ ബേസുള്ള പ്ലെയേഴ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യൻ ടീമുകളെ ഇപ്പോഴത്തെ IPL കാരണമാണ് ഇങ്ങനെ ഇത്രയും പ്ലെയേഴ്സ് ഉണ്ടായെന്ന് എല്ലാവരും പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. താങ്ക് യു ഗൈസ്. പകുതി പ്ലെയേഴ്സ് ആയിട്ടുള്ളൂ. പകുതി പ്ലെയേഴ്സ് അടുത്ത വീഡിയോയിൽ കാണിക്കാനായിരിക്കും ഗൈസ്.